ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA ഫസ്റ്റ് സെമ്മിൻ്റെ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സായ ഹിസ്റ്റോറിക്കൽ ടൂറിസത്തിൽ 4ാമത്തെ ബ്ലോക്കിൽ, അതായത് ലാസ്റ്റ് ബ്ലോക്കിലെ ലാസ്റ്റ് യൂണിറ്റ്, 2ാമത്തെ യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. ഒപ്പം പെയ്ഡ് നോട്ട്സോ അസൈൻമെൻറ്റ്സോ ഒക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ മുൻ വീഡിയോയിലൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് എൻ്റെ. അപ്പോൾ ആ നമ്പറിൽ ബന്ധപ്പെടുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് തരാം കേട്ടോ. ഓക്കെ, നോക്കാം. നമുക്കിതിൽ നമ്മൾ 4ാമത്തെ ബ്ലോക്കിൽ 2ാമത്തെ യൂണിറ്റ് സേക്രഡ് ജോഗ്രഫി എന്ന സേക്രഡ് വിശുദ്ധ സ്ഥലങ്ങളെക്കുറിച്ച്, വിശുദ്ധ ഭൂപ്രകൃതികളെക്കുറിച്ചാണ് പറയുന്നത്. കേരളത്തിലെയാണ് കേട്ടോ. കേരളത്തിലല്ലേ ഇപ്പോൾ 4ാമത്തെ ബ്ലോക്ക് കംപ്ലീറ്റ് കേരളത്തിൻ്റെ ഡെസ്റ്റിനേഷൻസും ഒക്കെ തന്നെയല്ലേ വന്നിട്ടുള്ളത്. അപ്പോൾ അതന്നെയാണ്, അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് 2ാമത്തെ യൂണിറ്റിൽ. അപ്പോൾ അതിൽ ആദ്യം വരുന്നത് ശബരിമലയാണ്. ശബരിമല കേരളത്തിലെ ആരാധിക്കുന്ന ദേവതകളിൽ പ്രശസ്തമാണ് ശാസ്താവ് അഥവാ അയ്യപ്പൻ. ചരിത്രകാരനായ ശ്രീധര മേനോൻ അദ്ദേഹം പറയുന്നത് ശാസ്താവിൻ്റെ ക്ഷേത്രങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നത് ഈ ക്ഷേത്രങ്ങളെല്ലാം അഗാധമായ വനങ്ങളിലാണ് എന്നാണ്. അതായത് അയ്യപ്പ ക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ടെങ്കിൽ അതെവിടെയാണ്? അഗാധമായ വനങ്ങളിലാണ് ഈ ക്ഷേത്രങ്ങളെല്ലാം കാണുന്നത് എന്ന്. അപ്പോൾ അതിന് അദ്ദേഹം പറയുന്നത് മതപരമായ ഐക്യത്തിൻ്റെ പ്രതീകമായിട്ടാണ് ശാസ്താവിനെ ആരാധകർ കണക്കാക്കുന്നത്. ശാസ്താവിന് ബുദ്ധ പാരമ്പര്യവുമായിട്ട് ബന്ധമുണ്ട് എന്നും ചരിത്രകാരന്മാർക്കൊരു അഭിപ്രായമുണ്ട്. അഹിംസയുടെ ബുദ്ധമത സിദ്ധാന്തത്തോടുള്ള ചായ്വാണ് വ്രതം സൂചിപ്പിക്കുന്നതെന്ന് പറയുന്നത്. വ്രതം അല്ലേ, എത്രയും 40 ദിവസം അങ്ങനെ വ്രതം എടുത്തിട്ടല്ലേ ശബരിമല കയറുന്ന, അങ്ങനെ എന്തോ ആണല്ലോ അല്ലേ. അപ്പോൾ അത് എന്താണ്? അത് ആ ബുദ്ധമതത്തിൻ്റെ അഹിംസയോടുള്ള ഒരു ചായ്വ് കാരണമാണ് അങ്ങനെ ഒരു അതിൻ്റെ പിന്നിലൊരു വ്രതം എടുക്കൽ ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ അതുപോലെ തന്നെ ബുദ്ധനുമായുള്ള ശാസ്താവിൻ്റെ ബന്ധത്തെ ഒരു വിഭാഗം ചരിത്രകാരന്മാർ നിരാകരിച്ചിട്ടുമുണ്ട്. എന്നാൽ ബുദ്ധനുമായിട്ട് പ്രത്യേകിച്ച് അതിനും ബന്ധമില്ല എന്ന് പറയുന്ന ആളുകളും ഉണ്ട്. അവർ ശാസ്താവിനെ ദ്രാവിഡ ദൈവമായ അയ്യനാരുടെ കേരള മാതൃകയായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് ആ ബുദ്ധനുമായിട്ടുള്ള ചായ്വിനെ നിരാകരിക്കുന്ന ആളുകൾ ശാസ്താവിനെ ദ്രാവിഡരുടെ ദൈവമായ അയ്യനാരുടെ കേരള മാതൃകയായിട്ട് കണക്കാക്കുന്നു. സമീപകാലത്ത്, അതായത് ഈ അടുത്ത കാലത്ത് ശാസ്താവിനെ ആരാധിക്കുന്നത് അതിരുകൾക്കും ആളുകൾക്കും അപ്പുറത്തേക്ക് വ്യാപിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ജാതി മത ഭേദമന്യേ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ ശബരിമല ദർശനത്തിന് ഒത്തുചേരുന്നുണ്ട്. 2 വാർഷിക ഉത്സവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് ശബരിമലയിലെ ഉത്സവങ്ങൾ. ഒന്ന് മണ്ഡലപൂജ, മറ്റൊന്ന് മകരവിളക്കുമാണ് കേട്ടോ. തീർത്ഥാടകർ തീർത്ഥാടനം ആരംഭിക്കുന്നതിന് മുമ്പ് കർശനമായ നേർച്ചകൾ പാലിക്കും. ഈ തീർത്ഥാടനത്തിൻ്റെ മതസൗഹാർദ്ദം പ്രകടമാണ് എവിടെ? ശബരിമല ക്ഷേത്രത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് വിശ്വാസികൾ എവിടെ പോകണം? ബാബരി മസ്ജിദ് സന്ദർശിക്കണം. ബാബരിയുടെ മസ്ജിദ് സന്ദർശിക്കണം. അപ്പോൾ ഈ വശങ്ങളെല്ലാം ശബരിമലയിലേക്കുള്ള തീർത്ഥാടനത്തെ സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒരു കേന്ദ്രമാക്കിയിട്ട്, അല്ലെങ്കിൽ തീർത്ഥാടന കേന്ദ്രമാക്കിയിട്ട് കണക്കാക്കുന്നതിന്, അതിൽ അങ്ങനെ മാറ്റുന്നതിലേക്ക് നയിച്ചിട്ടുണ്ട്. ഇത്രയാണ് നമ്മൾ ശബരിമലയെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ചേരമാൻ മസ്ജിദാണ് അടുത്തത്. കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിലാണ് ചേരമാൻ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത്. കൊടുങ്ങല്ലൂരിനെ കുറിച്ച് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. മുസിരിസ് എന്ന് പറയുന്നത്. CE 629 പണി കഴിപ്പിച്ച ഈ ചേരമാൻ മസ്ജിദ് വ്യാപാരികളുടെ ആദ്യകാല പള്ളിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. മലബാറിലെ സുപ്രധാനമായ തുറമുഖങ്ങളിലൊന്നായിരുന്നു കൊടുങ്ങല്ലൂർ അഥവാ കങ്ക്രാനൂർ എന്ന പേരിൽ അറിയപ്പെടും. വില്യം ലോഗനാണ് ഇതിന് പുരാതന തുറമുഖമായ മുസിരിസ് എന്ന് തിരിച്ചറിഞ്ഞത്. ഇത് ഇന്ത്യയിൽ അവശേഷിക്കുന്ന ഏറ്റവും പഴക്കമുള്ള പള്ളിയാണ് ചേരമാൻ മസ്ജിദ്. അങ്ങനെയാണ് വിശ്വാസം. ചേരമാൻ രാജാവ്, അല്ലെങ്കിൽ ചേരമാൻ പെരുമാൾ രാജാവ് ഇസ്ലാം മതം സ്വീകരിച്ചതിനെ തുടർന്ന് എന്ത് ചെയ്യുന്നു? ഹിജ്റ 8ാം വർഷത്തിൽ മസ്ജിദിൻ്റെ അടിത്തറ നിർമ്മാണം ആരംഭിച്ചതായിട്ട് പ്രാദേശിക ഐതിഹ്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. മാലിക് ബിൻ ദിനാർ എന്ന അറബ് പ്രചാരകനാണ് പള്ളിയുടെ നിർമ്മാണം നടത്തിയത് എന്ന് കരുതപ്പെടുന്നുണ്ട്. സൈനൽ ദിനും ഷെരിഫ്തായും പള്ളിയുടെ പൗരാണികതയെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. എന്നാൽ അടിത്തറയെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ എവിടെയും ലഭ്യമായിട്ടില്ല. 1504 ലോപ്പോസോറസ് ഡി അൽബർഗോറിയ കൊടുങ്ങല്ലൂർ ആക്രമിച്ചപ്പോൾ പഴയ ചേരമാൻ മസ്ജിദ് പോർച്ചുഗീസുകാർ നശിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. ആ ആക്രമണത്തിനിടെ പോർച്ചുഗീസ് കമാൻഡർ പട്ടണവും അവിടെ കണ്ടെത്തിയ എല്ലാ പാത്രങ്ങളും കത്തിച്ചു.
എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അവർ ജൂതന്മാരെയും മുസ്ലിങ്ങളുടെയും സ്വത്തുക്കൾ ലക്ഷ്യമാക്കിയിട്ട് കൊള്ളയാരംഭിച്ചു. അതിനാൽ ഇന്നത്തെ മസ്ജിദ് ഈ രീതിക്ക് ശേഷം ഇല്ലെങ്കിൽ ഈ ഒരു പ്രക്രിയയ്ക്ക് ശേഷം നിർമ്മിക്കപ്പെട്ടതായിരിക്കാം അല്ലെങ്കിൽ പുനർനിർമ്മിച്ചതായിരിക്കാം എന്നും കരുതപ്പെടുന്നുണ്ട്. മസ്ജിദിൻ്റെ പ്രാരംഭഘടന ഒരു പ്രാർത്ഥനാ സ്ഥലവും അതിനോട് ചേർന്നുള്ള ഒരു മുൻമുറിയും ഉൾക്കൊള്ളുന്നതാണ്. പ്രാർത്ഥനാ സ്ഥലത്തിനുള്ളിൽ മിഹ്റാസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ മിഹ്റാസ് പോലുള്ള ഘടകങ്ങൾ അർദ്ധവൃത്താകൃതിയിലുള്ളതും കിബില മതിലിന് പിന്നിൽ ചതുരാകൃതിയിലുള്ള ഒരു പ്രൊജക്ഷനോട് കൂടിയ അർദ്ധവൃത്താകൃതിയിലുള്ള കമാനത്താലും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. കിബില മതിലിനെ മക്കയുടെ ദിശയെ സൂചിപ്പിക്കുന്ന ഒരു സ്ഥാനമാണ് മിഹ്റാസ് എന്ന് പറയുന്നത്. പറഞ്ഞല്ലോ മിഹ്റാസ് ഉണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് മിഹ്റാസ്? എന്താണ്? കിബില മതിലിൽ മക്കയുടെ സ്ഥാനം സൂചിപ്പിക്കുന്ന ഒരു ഏരിയയാണ് മിഹ്റാസ് എന്ന് പറയുന്നത്. എണ്ണ പുരട്ടിയ തടിയിൽ നിന്ന് മരം കൊണ്ടുള്ള ക്രോസ് ബീമുകൾ പിന്തുണക്കുന്ന രീതിയിലാണിത് മേൽക്കൂര നിർമ്മിച്ചിരിക്കുന്നത്. മിഹ്റാസിന് അടുത്തായിട്ട് തടിയിൽ തീർത്ത ഒരു മിൻബറുണ്ട്. മിൻബർ എന്ന് പറഞ്ഞാൽ ഇമാം പ്രാർത്ഥനകൾ നടത്തുകയും പ്രഭാഷണങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരു ഉയർന്ന വേദിയാണ് മിൻബറ എന്ന് പറയുന്നത്. കൊടുങ്ങല്ലൂരിലെ ചരിത്ര പൈതൃകത്തിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ മഹത്വം പ്രകടിപ്പിക്കുന്നതിനായിട്ട് കേരള സർക്കാർ മുസ്ലിം പൈതൃക പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. ഈ മസ്ജിദ് മതസൗഹാർദ്ദത്തിൻ്റെയും പവിത്രതയുടെയും സത്ത പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും എന്നാണ് ചരിത്ര ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് അടുത്തത് മലയാറ്റൂർ പള്ളിയാണ്. മലയാറ്റൂർ ക്രിസ്ത്യൻ ചർച്ചിനെ കുറിച്ചാണ് പഠിക്കുന്നത്. മലയാറ്റൂർ ചർച്ച് നോക്കുക. കേരളത്തിലെ ഏറ്റവും വിശിഷ്ടമായ ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് മലയാറ്റൂർ സെൻറ്റ് തോമസ് പള്ളി. കുരിശുമൂടി എന്നാണ് ഇതിൻ്റെ എന്ന പേരിൽ അത് അറിയപ്പെടുന്നത്. പൊന്നിൻ കുരിശു മുത്തപ്പൻ ആണ് അവിടുത്തെ പ്രതിഷ്ഠ. യേശുവിൻ്റെ ഒരു അപ്പോസ്തലനായ സെൻറ്റ് തോമസ് ഒരു പള്ളി അല്ലെങ്കിൽ ഒരു പാറ, അങ്ങനെയാണ് എൻ്റെ വിശ്വാസം, ഒരു പാറ വളച്ചിട്ട് വിരൽ കൊണ്ടൊരു കുരിശ് അടയാളപ്പെടുത്തിയപ്പോൾ അത് രൂപപ്പെട്ട സ്വർണ്ണ കുരിശ് രൂപത്തിൽ അത് വന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഗ്രീക്കോ റോമൻ വാസ്തുവിദ്യാ ശൈലി സംയോജിപ്പിച്ചിട്ടാണ് ഈ പള്ളി നിർമ്മാണം നടത്തിയിട്ടുള്ളത്. പരമ്പരാഗത ഗ്രീക്ക് ശൈലിയാണ് ഗ്രീക്ക് ശൈലിയിലാണ് അതിൻ്റെ ആൾത്താര രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മുൻഭാഗം റോമൻ കത്തോലിക്ക പള്ളിയുടെ ശൈലിയിലും ആണ് നിർമ്മിച്ചിട്ടുള്ളത്. കേരളത്തിലെ കത്തോലിക്ക ക്രിസ്ത്യാനികൾ ആഘോഷമാക്കുന്ന ഏറ്റവും വലിയ ആഘോഷം സെൻറ്റ് തോമസ് ദേവാലയത്തിലാണ് നടക്കുന്നത്. മലയാറ്റൂർ പെരുന്നാൾ എന്ന ഉത്സവം വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ഭക്തരെ ഈ പ്രദേശത്തേക്ക് ആകർഷിക്കുന്നു. ഈസ്റ്ററിന് ശേഷമുള്ള ഞായറാഴ്ചയാണ് ഈ ഉത്സവം നടക്കുന്നത്. ഇനി നമുക്ക് അടുത്തത് പറശ്ശിനിക്കടവാണ്. പറശ്ശിനിക്കടവിനെ കുറിച്ച് അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചാണ് നമുക്കിനി പഠിക്കാനുള്ളത്. നോക്കാം. നമുക്ക് കണ്ണൂർ ജില്ലയിലെ പറശ്ശിനിക്കടവ് ക്ഷേത്രനഗരം പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രത്തിന് പേര് കേട്ടതാണ്. വടക്കൻ കേരളത്തിൽ ജീവിക്കുന്ന ഒരു തെയ്യമാണ് മുത്തപ്പൻ എന്ന് പറയുന്നത്. ജാതിമത ഭേദമന്യേ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുമായുള്ള ആളുകളെ ഈ ക്ഷേത്രത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ട്. ക്ഷേത്രത്തിലെ ഒരു സുപ്രധാന വസ്തുത ഇവിടെ നായ്ക്കളെ ഭഗവാന്റെ പുണ്യവാഹനമായിട്ട് കണക്കാക്കുന്നു എന്നതാണ്. മുത്തപ്പനുള്ള പതിവ് വഴിപാടുകളിൽ മത്സ്യവും കള്ളും ഉൾപ്പെട്ടിരുന്നു. ഈ തെയ്യം സങ്കല്പത്തിൽ ജാതിമത ഭേദമന്യേ എല്ലാ വ്യക്തികളും ഈ ദിവ്യനെ ആരാധിക്കുകയും അനുസരിക്കുകയും വേണം. ആചാരങ്ങളിലെ സാമൂഹിക വ്യവസ്ഥകളെയും അതുപോലെ തന്നെ അതിൻ്റെ അസമത്വത്തെയും തെയ്യം വിളിച്ച് പറയും. നീതിക്ക് വേണ്ടിയിട്ട് വാദിക്കുകയും ചെയ്യും. ഇത്തരത്തിലുള്ള ഈ പ്രകടനത്തിലൂടെ ഒരു സാധാരണ വ്യക്തിയെ അസാധാരണമായ ദൈവത്തിലേക്കുള്ള പരിവർത്തനം കാണിക്കാൻ കഴിയുമെന്നാണ് ഫിലിപ്പ് പെരേര പറയുന്നത്. ചിത്രകാരനായ ഫിലിപ്പ് പെരേര പറയുന്നത്. ഭൂമിശാസ്ത്രപരമായ ഒരു പരിമിതിയും മുത്തപ്പൻ തെയ്യത്തിന് തടസ്സമല്ല. വർഷത്തിലെ ഏത് സമയത്തും എവിടെയും അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയും. ദുഷിച്ച ജനം, അതുപോലെ ജന്മിത്ത നിരാകരണം, ജന്മിമാർക്കെതിരായ കലാപം തുടങ്ങിയ വിഷയങ്ങൾ മുത്തപ്പൻ ഇതിഹാസവുമായി ബന്ധപ്പെട്ട് പറയപ്പെടുന്നുണ്ട്. അലഞ്ഞു തിരിയുന്നയാൾ, മാന്ത്രികന്, വേട്ടക്കാരന്, മദ്യത്തിൻ്റെ ഉപഭോക്താവ് എന്നിങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തെ ചിത്രീകരിക്കുന്നത്. പക്ഷേ സമൂഹത്തിലുള്ള ദുരാചാരങ്ങളെ, സമൂഹത്തിലുള്ള അന്ധവിശ്വാസങ്ങളെ തൻ്റെ തെയ്യത്തിലൂടെ തുറന്നു കാണിക്കാനുള്ള ഒരു തൻ്റേടമാണ് ഈ മുത്തപ്പൻ്റെ പ്രത്യേകതയായിട്ട് കാണുന്നത്. അപ്പം മതപരവും സാംസ്കാരികവും സാമൂഹികവുമായ മുൻനിരക്കാരനായിട്ടാണ് മുത്തപ്പനെ കണക്കാക്കുന്നത്. എല്ലാ ജീവജാലങ്ങളെയും ഉൾക്കൊള്ളുന്ന ഇടമായിട്ടാണ് ക്ഷേത്രവും പരിസരവും കണക്കാക്കുന്നത്. ഇനി അടുത്തത് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രമാണ്. പുരാതന മുസ്ലിസ് എന്ന തുറമുഖ നഗരമാണ് കൊടുങ്ങല്ലൂർ. ചേരമാൻ ജുമാ മസ്ജിദ്, കൊടുങ്ങല്ലൂർ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രം, കോട്ടപ്പുറം കോട്ട, തങ്ക്രാനൂർ കോട്ട, പാലിയം നാലുകെട്ട്, പാലിയം ഡച്ച് കൊട്ടാരം, ചേന്ദമംഗലം
ജൂതപ്പള്ളി, പുരാവസ്തു സ്ഥലമായ പട്ടണം, കോട്ടപ്പുറം എന്നിവ കൊണ്ടെല്ലാം പ്രസിദ്ധമായ ഒരു പ്രദേശമാണ് കൊടുങ്ങല്ലൂരിൽ. കുറേ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം എന്നും അറിയപ്പെടുന്ന കൊടുങ്ങല്ലൂർ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രം മഹാകാളിയുടെ രൂപത്തിൽ ഭദ്രകാളിയെ ആരാധിക്കുന്നതിന് വേണ്ടിയിട്ട് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. ക്ഷേത്രത്തിലെ വിവിധ ദേവതകളെയും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അവയിൽ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറൻ സ്ഥലത്ത് ബ്രഹ്മ, മഹേശ്വരി, വൈഷ്ണവി, വരാഹി, നരസിംഹി തുടങ്ങിയ സപ്തമാതൃക്കളുടെ, അതായത് 7 അമ്മമാരുടെ ഒരു ഇരിപ്പിടമുണ്ട് കേട്ടോ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രധാന ആചാരങ്ങളിലൊന്നാണ് ഭരണി ഉത്സവം. കേരളത്തിലെ വിവിധ സമുദായങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ആളുകളെ ആകർഷിച്ചുകൊണ്ട് ഭരണി ആചാരം ഒരു സാമൂഹിക ആചാരമായിട്ട് അവിടെ നടത്തപ്പെടുന്നു. ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലാണ് ഭരണി നക്ഷത്രത്തിൽ ഒരു സ്വർണ്ണ പണിക്കാരൻ ക്ഷേത്രത്തിന് 3 പ്രാവശ്യം വലം വെക്കുകയും രാവിലെ 7 മണിക്ക് ക്ഷേത്രമണി അടിക്കുകയും ചെയ്യുന്നതോടെയാണ് ആചാരം ആരംഭിക്കുന്നത്. ഈ പ്രവൃത്തി ക്ഷേത്രത്തെ മലിനമാക്കുന്നതിനും കാവ് തീണ്ടൽ എന്നറിയപ്പെടുന്ന ആചാരപരമായ ആഘോഷം അല്ലെങ്കിൽ ശ്രീകോവിലിനെ മലിനമാക്കുന്നതുമായിട്ട് കണക്കാക്കുന്നു. ജാനറ്റ്സിൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം പറയുന്നത് ഈ ഉത്സവം ചരിത്രപരവും മതപരവും ആചാരപരവും സാമൂഹികവും മാനസികവുമായ വീക്ഷണങ്ങളിൽ നിന്നാണ് ഉണ്ടായത് എന്നാണ്. ഭരണി ഉത്സവത്തിൻ്റെ പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് വെളിച്ചപ്പാട്. വെളിച്ചപ്പാടിൻ്റെ ഇടപെടൽ ക്ഷേത്രത്തിൻ്റെ വലയത്തിനുള്ളിലെ മധ്യസ്ഥത വഹിക്കുന്നുണ്ട്. തുടക്കത്തിൽ അവൻ സ്വയം ഒരു സാമൂഹിക ജീവിയായും അശ്ലീലതയുടെ ലോകത്തിന് അഭിവാജ്യമായും അവതരിപ്പിക്കുന്നു. പിന്നീട് എങ്ങനെയാണ് അത് കഴിയുമ്പോഴേക്കിന് ദൈവത്തോടുള്ള ഒരു സഹതാപം ഉണ്ടാവുകയും തെറ്റിനെതിരെ അല്ലെങ്കിൽ തെറ്റിനെ വിമർശിക്കുകയും തെറ്റിനെതിരെ ശബ്ദമുയർത്തുകയും ചെയ്യുന്ന ഒന്നായിട്ട് ഈ വെളിച്ചപ്പാട് മാറുകയും ചെയ്യുന്നു എന്നാണ് അതിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കേന്ദ്രങ്ങളെക്കുറിച്ചാണ് നമുക്ക് ഈ 4ാമത്തെ യൂണിറ്റിൽ പഠിക്കാനുള്ളത്. അതോടുകൂടി നമ്മുടെ ഈ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സിലെ ഹിസ്റ്റോറിക്കൽ ടൂറിസം ഇവിടെ അവസാനിച്ചു കേട്ടോ. ഇനി ലീഗൽ ലിറ്ററസി ഉണ്ട്. ഇതും കുറച്ച് ആളുകൾ ക്ലാസ് ആവശ്യപ്പെട്ടിരുന്നു. നോക്കട്ടെ, പറ്റുവാണെങ്കിൽ ചെയ്യാം. ഓക്കെ, താങ്ക്സ്.